ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഒട്ടനവധി വെല്ലുവിളികളായിരുന്നു കാത്തിരുന്നത്. അതിൽ പ്രധാനമാണ് ഗെയിൽ പദ്ധതിയും ദേശീയപാതാ വികസനവും അതുപോലെ തന്നെ പെൻഷൻ കുടിശ്ശികയും. ഇവയെല്ലാം തന്നെ ശരവേഗത്തിൽ പരിഹരിക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചു. ഇന്നിപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ ഏറ്റെടുത്തിരുന്ന എല്ലാ വെല്ലുവിളികളും കൃത്യമായി തന്നെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ ഈ വികസന നേട്ടത്തെ കുറിക്കുന്നതായിരുന്നു ഇന്നലത്തെ ഹിന്ദുവിൽ വന്ന ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരം വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ദേശീയപാതാ വികസനത്തെ കേരളം എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് കാണേണ്ടതുണ്ട്. അതിനെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായാണ് ഹിന്ദു താരതമ്യ പഠനം നടത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ദേശീയപാതയുടെ വികസനം അത് കേന്ദ്ര പദ്ധതിയാണ്. പക്ഷേ അതിൽ 25% സംസ്ഥാനം നൽകേണ്ടത്. അതായത് കേരളം ഇപ്പോൾ ദേശീയപാത വികസനത്തിനായി നൽകിയിരിക്കുന്നത് 25%. ഈ 25% കണക്ക് എന്ന് പറയുന്നത് അതിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ കേന്ദ്രം കേരളത്തിന് അനുവദിക്കുന്ന, അതായത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എത്ര തുകയാണോ കേരളത്തിന് അനുവദിച്ചത് അതിൽ കൂടുതൽ, ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ നൽകുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ രൂപ കേരളം ചെലവഴിച്ചതായി കാണാൻ സാധിക്കും. അതായത് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട്. അതിനുള്ള പ്രധാന കാരണം കേരളത്തിലെ ജിയോ പൊളിറ്റിക്സ് തന്നെയാണ്. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അവിടെ ബോധവൽക്കരണമോ മറ്റു രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ഐക്യപ്പെടലുകളോ വേണ്ടിവരുന്നില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അതല്ല സ്ഥിതി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് മാത്രമേ കേരളത്തിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കേരളത്തിലെ ജനതയുടെയും കേരളത്തിലെ സാമൂഹിക ഘടനയുടെയും പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എപ്പോഴും ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയ തടസ്സമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് 25% തുകയാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഇറക്കേണ്ടി വരുന്നത്. ആ തുക കൃത്യമായി തന്നെ കേരളം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അഥവാ അത്രയും തുക ചെലവഴിച്ചുകൊണ്ട് തന്നെ കേരളം വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ദേശീയപാത വികസനം പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിനെ സംബന്ധിച്ച് നേട്ടം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം മഹാരാഷ്ട്രയ്ക്ക് നൽകിയിട്ടുള്ളത് 27,568 കോടി രൂപയാണ്. അതേസമയം തന്നെ ഉത്തർപ്രദേശിന് 23,134 കോടി രൂപയും കേരളത്തിനാണെങ്കിൽ 22,119 കോടി രൂപയാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്. ഈ കണക്കുകളിൽ നിന്നും മഹാരാഷ്ട്രയാണെങ്കിലും ഉത്തർപ്രദേശ് ആണെങ്കിലും ഹരിയാനയാണെങ്കിൽ പോലും യാതൊരു സംസ്ഥാനങ്ങളും അവരുടെ സംസ്ഥാന വിഹിതം നൽകിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് സംസ്ഥാന വിഹിതം എന്ന് പറയുന്ന നിർബന്ധിത മാനദണ്ഡമായ 25% വരുന്ന തുക നൽകിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർക്ക് അത്തരത്തിലുള്ള ഒരു 25% തുക ചെലവഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇതുമായി ബന്ധപ്പെട്ടിട്ട് 5,580 കോടി രൂപയാണ് കേരളം ചെലവഴിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിന് അനുവദിച്ച തുകയുടെ 25% കേരളം ചെലവഴിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ വികസനവും അത് വലിയ തടസ്സം തന്നെയാണ്. കാരണം കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല അതിന് പാരിസ്ഥിതിക ആഘാത പഠനം കൂടി നടത്തിക്കൊണ്ട് മറ്റ് പരിസ്ഥിതി പ്രവർത്തകരെയും കൂടി ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനമാണെങ്കിലും അത് വലിയ വെല്ലുവിളി തന്നെയാണ്. ദേശീയപാത വികസനം പോലെ തന്നെയായിരുന്നു ഗെയിൽ പദ്ധതിയുടെ വികസനവും. കേരളം വലിയ രീതിയിലുള്ള സമരങ്ങൾക്കും കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കുമെല്ലാം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. പക്ഷേ എന്നാൽ ആ പരിതസ്ഥിതിയിൽ നിന്നും ജനങ്ങളെ കൃത്യമായി പറഞ്ഞ് ബോധവൽക്കരിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു ഗെയിൽ പദ്ധതിക്ക് തുടക്കം കൊടുക്കുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കാൻ, 1 ഇഞ്ച് ഭൂമി പോലും ഏറ്റെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഗെയിൽ പദ്ധതിക്ക് എതിരെ അന്നേരത്ത് ഉയർന്നു വന്നത്. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ സമയത്ത് ജനങ്ങളെ കൃത്യമായി പറഞ്ഞ് ബോധവൽക്കരിക്കാൻ സാധിച്ചു. ഗെയിൽ പദ്ധതി വഴി കൃഷിക്ക് നാശം സംഭവിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന കർഷകരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുവാൻ പിണറായി സർക്കാരിന് സാധിച്ചു. മാത്രമല്ല പശുത്തൊഴുത്തിന് പോലും നഷ്ടപരിഹാരം നൽകിക്കൊണ്ടായിരുന്നു പിണറായി സർക്കാർ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയത്. അതായത് കൃത്യമായ പരിസ്ഥിതി ആഘാത പഠനം നടത്തി അത് കൃത്യമായി എന്താണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ സാധിച്ചു. വയൽക്കിളികൾ എന്ന പേരിൽ രംഗത്തിറങ്ങിയവരെ കൃത്യമായി ബോധവൽക്കരിക്കാൻ സാധിച്ചു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മംഗലാപുരം കൊച്ചി ദേശീയപാതയാണ്. ഇതും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുക തന്നെയായിരുന്നു. ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വയൽക്കിളികളോടൊപ്പം തന്നെയായിരുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് സംസ്ഥാന സർക്കാർ മാത്രമായിരുന്നു അന്ന് ഒറ്റയ്ക്ക് ഈ വികസനമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. BJP പോലും വയൽക്കിളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആ സമയത്ത് കോൺഗ്രസ് ആണെങ്കിൽ കൃത്യമായ രാഷ്ട്രീയം കളിക്കാനും നിന്നു. അതുകൊണ്ട് തന്നെ വികസനം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ മാത്രം ആവശ്യമായിരുന്നു.
ജില്ലാതലത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് കളക്ടർ മുഖേനയാണ് ഓരോരുത്തരെയും ബോധവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയത്. മാത്രമല്ല മലബാർ ഏരിയകളിലെല്ലാം തന്നെ, അതായത് മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലെല്ലാം ഖബറുകൾ പോലും പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ മതപരമായുള്ള കാര്യങ്ങളിൽ കൃത്യമായി മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി സംസാരിച്ച് അവരുടെ അനുവാദത്തോടു കൂടി പ്രവർത്തിക്കാനും യാതൊരു തരത്തിലുള്ള സംഘടനകളും സംഘർഷങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നത് അവരുടെ നേട്ടം തന്നെയാണ്. ഈ നേട്ടം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹിന്ദു റിപ്പോർട്ട് ചെയ്തത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യം നടത്തുമ്പോൾ കേരളം വഹിച്ച പങ്ക് എന്ന് പറയുന്നത് അത് വളരെ വലുത് തന്നെയാണ്. കാരണം മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന കേന്ദ്ര വിഹിതം അഥവാ കേന്ദ്രത്തിന്റെ സഹായം എന്ന് പറയുന്നത് കേരളത്തിനേക്കാൾ കൂടുതലാണ്. അതായത് കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ 1/3% തുക മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത്രയും തുക വെച്ചുകൊണ്ട് കേരളത്തിൻ്റെതായ വിഹിതവും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടത്തുന്നതും കൃത്യമായ നഷ്ടപരിഹാരം നൽകുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദേശീയപാത വികസനം നടപ്പിലാക്കുന്നതും എന്നുള്ളത് പിണറായി സർക്കാരിന്റെ അഥവാ കേരള സർക്കാരിന്റെ നേട്ടം തന്നെയാണ്.